പരമം യദാസനം ആത്മമാത്രതയാവസ്ഥാനം, ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം സമാധിയിലാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ആ ആത്മാവ് തന്നെയാണ് തന്മയം തന്മാത്രമേവ തജ്ജഗദ്വിദ്യ. ഈ പ്രപഞ്ചം ആത്മമയമാണ് എന്നറിയണം, ഓരോ വ്യക്തിയും അറിയണം. പ്രപഞ്ചവും ആത്മമയമാണ്, ഞാനും ആത്മാവാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രകടനമാണ്. അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവം നേടണം. അതിനാദ്യം ചെയ്യേണ്ടത് ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള സത്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. തന്നെ ബ്രഹ്മമായി അംഗീകരിക്കാത്ത ഒരുവൻ ഒരിക്കലും ആത്മസാക്ഷാത്കാരം നേടില്ല. അയാൾക്ക് ആത്മജ്ഞാനം ഒരിക്കലും നേടാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? തന്നെ അയാൾ മാറ്റിക്കളയുന്നു. എല്ലാം ബ്രഹ്മമാണ്. വൈകുണ്ഠത്തിലുള്ള മഹാവിഷ്ണുവും ബ്രഹ്മം, കൈലാസത്തിലുള്ള ശിവഭഗവാനും ബ്രഹ്മം, ബ്രഹ്മലോകത്തിലെ ബ്രഹ്മദേവനും ബ്രഹ്മം, 33 കോടി ദേവന്മാരും ബ്രഹ്മം, അമ്പലത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹവും ബ്രഹ്മം. ഒക്കെ സമ്മതിച്ചു. വാട്ട് അബൌട്ട് യു? നിങ്ങളാരാണ്? നിങ്ങൾ ബ്രഹ്മമാണോ അല്ലെങ്കിൽ ബ്രഹ്മഭിന്നമായ മറ്റെന്തെങ്കിലുമാണോ? അല്ല, ഞാനൊരു ജീവൻ, ഞാനൊരാൾ. മൈ നെയിം ഈസ് സച്ച് ആൻഡ് സച്ച്, ഐ വാസ് ബോൺ ഓൺ സച്ച് ആൻഡ് സച്ച് ഡേ ഓൺ സച്ച് ആൻഡ് സച്ച് പ്ലേസ്. ഇതെല്ലാം തെറ്റാണ്. ശരീരമാണ് ജനിക്കുന്നത്, ആത്മാവ് ജനിക്കുന്നില്ല. ശരീരത്തിനാണ് ജനന സമയവും ജനന സ്ഥലവും ജനകജനനിമാരും. മാതാപിതാക്കൾ ശരീരത്തിനാണ്. തന്നെ ശുദ്ധ ചൈതന്യം എന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് അച്ഛനുമില്ല, അമ്മയുമില്ല, സഹോദരന്മാരില്ല, ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ ഒന്നുമില്ല. അവന് വീടില്ല, നാടില്ല, കുടിയില്ല, ഒന്നുമില്ല. അവൻ്റെ ദൃഷ്ടിയിൽ എല്ലാം ആത്മമയം. അപ്പം തന്നെ ആത്മാവാണ് എന്ന് അല്പാൽപമായി ആ ഭാവത്തെ ഉറപ്പിക്കണം, അല്ലാതെ രക്ഷപ്പെടില്ല. എന്തുകൊണ്ട് ഞാൻ ആത്മാവാണ് എന്നുറപ്പിക്കണം? എനിക്കത് ഉറപ്പ് വന്നില്ലല്ലോ. ഉറപ്പ് വന്നാൽ പിന്നെ ഉറപ്പിക്കേണ്ട കാര്യമില്ല സുഹൃത്തെ. ഉറപ്പ് വരാൻ വേണ്ടിയാണ് ഈ ഉറപ്പിക്കൽ പ്രക്രിയ തുടരേണ്ടത്. ഞാൻ ആത്മാവാണ്, ആത്മാവാണ്, അഹം ബ്രഹ്മാസ്മി, ഈ ഭാവത്തെ നിരന്തരം നിലനിർത്തൂ. അത് കാലക്രമത്തിൽ അനുഭവത്തിൽ കലാശിക്കും. ഞാൻ ആത്മാവാണ് എന്നുള്ള അനുഭവം പുറത്തുനിന്ന് കയറി വരില്ല. ഒരു ദൈവത്തിനും നിങ്ങൾ ആത്മാവാണ് എന്നുള്ള അനുഭവത്തെ പ്രദാനം ചെയ്യാൻ സാധ്യമല്ല. ദൈവം വരം തരും, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റും. നിങ്ങൾക്ക് ആത്മജ്ഞാനം നൽകാനുള്ള കഴിവ് ഈശ്വരനില്ല. എന്തുകൊണ്ടെന്നോ, തന്നെ ജീവനായി തെറ്റിദ്ധരിച്ച് ഈ കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആ ഈശ്വരനാണ്. ഈ കളി നടത്തുന്നത് അദ്ദേഹമാണ്. അപ്പം അദ്ദേഹം ഞാൻ ആത്മാവാണ്, അല്ലെങ്കിൽ ഒരു ജീവൻ ആത്മാവാണ്, ബ്രഹ്മമാണ് എന്നുള്ള അറിവ് ആർക്കെങ്കിലും നൽകിക്കഴിഞ്ഞാൽ ഈ കളി നിന്നു പോവും. കളി നടക്കണം. അവിടെ കളി നടക്കാൻ ജീവഭാവം ഉള്ളിലുണ്ടാവണം. ജീവഭാവം ഉള്ളിലുണ്ടെങ്കിലേ ഈ പ്രപഞ്ചമാകുന്ന ലീല തുടർന്ന് നടക്കുകയുള്ളൂ. അപൂർവം ചില ഭാഗ്യവാന്മാർ എനിക്ക് ഈ കളിയിൽ നിന്ന് ഒഴിയണം, എനിക്ക് ഈ കളി വേണ്ട, മതിയാക്കണം. കളി നടത്തുന്നത് ഡയറക്ടർ, അദ്ദേഹം കളി നടത്തിക്കോട്ടെ, എന്നെ വിട്ടേര്, ഞാൻ ഈ അരങ്ങിൽ നിന്ന് ഒഴിയാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് തീരുമാനിക്കുമ്പോൾ, ഡേയ് അനിയ ഇങ്ങ് വാ, എൻ്റെ അടുത്ത് വാ, നീ ഈ കളിയിൽ നിന്ന് ഒഴിവാകണം എന്നല്ലേ പറയുന്നത്. ഈ കളിയേ ഇല്ലടേ ഇവിടെ. ഈ കളി ഇത് വാസ്തവമാണെന്ന് കരുതുന്നത് കൊണ്ടാണ് ഇതിൽ നിന്ന് ഒഴിവാകാൻ നീ ശ്രമിക്കുന്നത്. ഇവിടെ കളിയുമില്ല, കളിക്കാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം, ആ തിരിച്ചറിവ്, ആ അറിവ് ഈശ്വരൻ ആ വ്യക്തിക്ക് മാത്രം പകർന്നു കൊടുക്കും. അവൻ മാത്രം രക്ഷപ്പെടും. മറ്റുള്ളവർ കളിയിൽ പങ്കാളികളാകും. അവർ കളി തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കും. കളിയിൽ നിന്ന് ഒഴിവാകാൻ അവർ വിചാരിച്ചാലും അവരെ കൊണ്ട് സാധ്യമല്ല. ആത്മാർത്ഥമായി ആഗ്രഹിക്കൂ, എനിക്ക് വേണ്ടത് മോക്ഷമാണ്,
മോക്ഷത്തിൽ കുറഞ്ഞ ഒന്നും എനിക്ക് ആവശ്യമില്ല, മറ്റുള്ളതെല്ലാം നിസ്സാരം. ആത്മജ്ഞാനം, അതിലൂടെയാണ് മോക്ഷം നേടുന്നത്. ആ മോക്ഷ ലാഭമല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരാൾ ക്രമേണ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് അകന്ന് അയാളുടെ ഹൃദയത്തിൽ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ആത്മതത്വത്തെ അയാൾ കണ്ടെത്തും. നമ്മുടെ ശ്രദ്ധ ബഹിർമുഖമായി പോകുന്നു. അവിടെയാണ് കുഴപ്പം സംഭവിക്കുന്നത്. ശ്രദ്ധ ഉള്ളിലാവണമെങ്കിൽ വിരക്തി സംഭവിക്കണം, വിരക്തനാവണം. ബാഹ്യ വിഷയങ്ങളിൽ സംഘമുള്ളിടത്തോളം കാലം മനസ്സ് അന്തർമുഖമാവുകയില്ല. അന്തർമുഖമാകാതെ ഉള്ളിലിരിക്കുന്ന ആത്മതത്വത്തെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റും? യദേകാന്ത ചിദാകാശം തദ്വിദ്യാ തന്മയം ജഗത്. അതുകൊണ്ട് ഈ പ്രപഞ്ചം ബ്രഹ്മം തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ശൂന്യമായ തരിശുഭൂമി പോലെയുള്ളതാണ് ഈ ആത്മതത്വം. അതിൽ വാസ്തവത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു നാമരൂപവും അതിലില്ല, പഞ്ചഭൂതങ്ങളൊന്നും അതിലില്ല. ദേവന്മാരോ അസുരന്മാരോ മനുഷ്യരോ പക്ഷിമൃഗാദികളോ ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ ലോകമോ പ്രപഞ്ചമോ ഒന്നും തന്നെ അതിനകത്തില്ല. അതിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അതിൽ അതുമാത്രമുണ്ട്. അല്ല, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അതിൽ അതുമാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ അത് എന്താണ്? അതുകൂടെ വ്യക്തമാക്കൂ. ഈ അതെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, നാഴികയ്ക്ക് 40 വട്ടം. തത്വമസി, തത്ത് എന്ന ആ വാക്കുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ബ്രഹ്മം അതെന്താണ്? അതെന്താണ് എന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് എന്തോ ഒന്നാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അതെന്താണെന്ന് ചോദിക്കുന്നത്. അത് എല്ലാമായി തീർന്നിരിക്കുന്നതാണ്. പൊയ്ക്കോ. നിങ്ങളും ഞാനും അവനും അവളും അതും ഇതും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും അവയിൽ ജീവിക്കുന്ന ചരാചരങ്ങളും ജീവജാലങ്ങളും ആയി തീർന്നിരിക്കുന്നത് ഈ ബ്രഹ്മമാണ്. അതിനെ ഇന്നതാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. എല്ലാം ആയി തീർന്നിരിക്കുന്ന ഒന്നിനെ അതെന്താണ്, അതിൻ്റെ സ്വരൂപം എന്താണ് എന്നെങ്ങനെ പറയും? അതുകൊണ്ട് മിണ്ടാതിരുന്ന് അതിനെ അറിയുക. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സകല സംശയങ്ങളും തീരും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ദുഃഖങ്ങളെല്ലാം പൂർണ്ണമായി നമ്മ വിട്ട് അകലും. മനസ്സ് ശാന്തിയുടെ അഗാധ ഗർത്തത്തിൽ പതിച്ച് അവിടെ തന്നെ നിശ്ചലമായി സ്ഥിതി ചെയ്യും. അതേ ഉള്ളൂ. ചോദ്യങ്ങൾ സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ, വേണ്ടെന്നല്ല. ഈ സംശയങ്ങളെ ഉത്പാദിപ്പിക്കുന്ന ഒരു മെഷീനാണ് ഈ മനസ്സെന്ന് പറയുന്നത്. മനസ്സിൽ നിന്ന് തുടരെ സങ്കല്പങ്ങളും സംശയങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ മെഷീൻ ഓഫാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ആ മെഷീൻ ഒന്ന് ഓഫായി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. പവർ ഡിസ്കണക്ട് ചെയ്യുക. മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഭാവമാണ്. ഇതെൻ്റെ മനസ്സ്, എൻ്റെ മനസ്സ്. അത് പിടയുന്നു, അത് സന്തോഷിക്കുന്നു, ചിരിക്കുന്നു, കരയുന്നു. ആരുടെ മനസ്സ്? എൻ്റെ മനസ്സ്. ആരാണീ ഞാൻ? പൂജ്യം, വട്ടപൂജ്യം. ഈ ഞാനാണ് മനസ്സിന് പ്രവർത്തിക്കാനുള്ള ഊർജം നൽകുന്നത്. ആ കണക്ഷൻ വിച്ഛേദിക്കൂ. എൻ്റെ മനസ്സ് എന്ന ഒന്നില്ല, മറ്റുള്ളവരുടെ മനസ്സുകളും ഇല്ല. മനസ്സെന്ന ഒന്നേയില്ല. അത് വെറും തോന്നലാണ്. ഉള്ളത് ആത്മാവ് മാത്രം. ചിന്തിക്കൂ. ആവർത്തിച്ച് ഈ കാര്യത്തെ യുക്തിയുക്തം ചിന്തിക്കൂ. അപ്പോൾ ഒരു തെളിച്ചം ഉണ്ടാവും. അപ്പോൾ ജഗത്തിനെ കാണുമ്പോൾ ഇത് ബ്രഹ്മമയമാണ്
എന്ന് ഓർമ്മിക്കുക. അപ്പോൾ പ്രപഞ്ചത്തിൽ നമുക്ക് ഒരു സംഘമുണ്ടാവില്ല, നമ്മൾ സംഘബദ്ധരാവില്ല എന്നർത്ഥം. ദേശാദ്ദേശാന്തരപ്രാപ്തൗ യന്മധ്യേ സംവിദോ വപുഃ അനുന്മേഷം ചിദാകാശം തദ്വിദ്യാത് തന്മയം ജഗതേ. ഈ ഒന്നാമത്തെ വരി പല പ്രാവശ്യം നമ്മൾ വായിച്ചതാണ്. ദേശാദ്ദേശാന്തരപ്രാപ്തൗ യന്മധ്യേ സംവിദോ വപുഃ. സംവിത്ത് എന്ന് പറഞ്ഞാൽ ബോധം, ബ്രഹ്മം. ബോധം ഒരു സങ്കല്പത്തെ വിട്ടിട്ട് അടുത്ത സങ്കല്പത്തിലേക്ക് പോകുന്നതിന് ഇടയ്ക്കുള്ള സ്ഥലത്താണ് അതെന്താണ് എന്നറിയാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. സങ്കല്പങ്ങൾ ബോധത്തിൽ നിന്നാണ് പൊന്തുന്നത് എന്ന് ഞാൻ പറഞ്ഞു. സങ്കല്പങ്ങൾ മാറി മാറി പൊന്തുന്നു. ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു മെഷീനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കമ്പ്യൂട്ടറൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം എങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യണമെന്നുള്ളത് പഠിക്കുക. ഇല്ലെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കിയപ്പോൾ ഒരു ഓഫീസർ ചെയ്തതുപോലെ സ്റ്റാഫെല്ലാം പോയി, പ്യൂണും പോയി, ഇങ്ങേര് മാത്രം ഉണ്ടായിരുന്നു. ഇങ്ങേർക്ക് ഈ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇയാൾ അതിൻ്റെ അടുത്ത് നിന്നിരുന്നിട്ട് ഗസ്റ്റഡ് ഓഫീസറാണ്, ഊതി വിളക്കൊക്കെ ഊതി അണയ്ക്കുന്നത് പോലെ ഈ കമ്പ്യൂട്ടർ ഉണ്ടോ ഓഫാകുന്നു. എവിടെയാണത്? ആ സ്റ്റാർട്ടിൽ പോയിട്ട് ഷട്ട് ഡൗൺ ഓപ്ഷൻ കൊടുക്കണം. സ്റ്റാർട്ടിൽ പോകാനൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. വേറൊരാളിത് കണ്ടുകൊണ്ടിരുന്നു. അയാളാണ് ഇത് പാട്ടാക്കിയത്, ഡിപ്പാർട്ട്മെൻറ്റിൽ പാട്ടാക്കിയത്. കമ്പ്യൂട്ടറിന് ഊതി അണയ്ക്കാൻ ശ്രമിച്ച ഒരു ഓഫീസർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇയാൾ ഇടപെട്ടില്ല. കാരണം ഇയാൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു എന്നുള്ള ഒരു ഇതാവുമല്ലോ. അപ്പോൾ ഇയാളത് ഈ ഊതി അടയ്ക്കുന്ന കണ്ടിട്ട് ഇയാൾ കാണാത്ത ഭാഗത്തിൽ ഇയാൾ ഇറങ്ങിപ്പോയി. അവസാനം അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. പണ്ടാരം പോയി തൊലയേട്ടെന്ന്. ഈ പവർ സപ്ലൈ ഉള്ളതുകൊണ്ടല്ലേ ഇവൻ കിടന്ന് ആളാവുന്നത്. ഇതാ ഓഫ് ചെയ്തു. ഓ, അതേ ഉള്ളൂ. അതുപോലെ പവർ ഓഫ് ചെയ്യുക, അതേ ഉള്ളൂ. പവർ കൊടുത്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇവൻ ഷട്ട് ഡൗൺ ആവാതെ ഇങ്ങനെ പല ദൃശ്യങ്ങളും ഉണ്ടാക്കി കാണിച്ചുകൊണ്ടിരിക്കും. ദേശാന്തരപ്രാപ്തൗ യന്മധ്യേ സംവിദോ വപുഃ. ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പത്തിൽ നിന്ന് വേറൊരു സങ്കല്പത്തിലേക്ക് പോകുന്ന ബോധത്തെ ആ സങ്കല്പങ്ങളുടെ ഇടയ്ക്ക് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞാൽ, പോലീസുകാരുള്ളത് കൊണ്ടാണ് ഞാൻ ആ വാക്ക് പ്രയോഗിക്കുന്നത്, ഒരു സങ്കല്പത്തെ വിട്ട് മറ്റൊരു സങ്കല്പത്തിലേക്ക് കടക്കുന്ന ബോധം, ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് ട്രാൻസിറ്റ് എന്ന് നമ്മൾ പറയും. ട്രാൻസിറ്റ്, ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് ആ ബോധത്തെ നിർത്താൻ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വിട്ടു അടുത്തതിലേക്ക് ചെന്നുമില്ല, അടുത്ത സങ്കല്പത്തിലേക്ക് പ്രവേശിച്ചുമില്ല. ആ ഇടവേളയിൽ ഇതിൻ്റെ സ്വരൂപത്തെ അറിയാൻ കഴിയും എന്ന് പറഞ്ഞാൽ ആ ഇടവേളയിൽ സങ്കല്പങ്ങളില്ല. രണ്ട് സങ്കല്പങ്ങളുടെ ഇടയ്ക്ക് എന്തുണ്ട്? സങ്കല്പരഹിതമായ തലം. അതാണ് ബ്രഹ്മം. അപ്പോൾ ബ്രഹ്മത്തെ എവിടെ കണ്ടെത്തണം? അടുത്തടുത്ത് വരുന്ന സങ്കല്പങ്ങളുടെ ഇടയിൽ കണ്ടെത്തണം. അതുകൊണ്ടാണ് ഈ ബ്രഹ്മത്തെ ഇടയൻ എന്ന് പറയുന്നത്, ഇടയ്ക്ക് നിൽക്കുന്നവൻ. ഹിന്ദുക്കളുടെ ഇടയൻ എന്ന് പറയുന്നത് കൃഷ്ണനാണ്. ക്രൈസ്തവരുടെ ഇടയൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. നടുക്ക് നിൽക്കുന്നവൻ, മധ്യസ്ഥൻ, അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല, പക്ഷപാതമില്ലാത്തവൻ, സങ്കല്പങ്ങളിൽ പെടാത്തവൻ. സങ്കല്പങ്ങളിൽ പെട്ടു നിന്നാൽ അവനെയാണ് ജീവൻ എന്ന് പറയുന്നത്. സങ്കല്പങ്ങളിൽ പെടാതെ സ്വതന്ത്രമായി രണ്ട് സങ്കല്പങ്ങളുടെ മധ്യത്തിൽ ചിത്തിൽ ഒരാൾക്ക് സ്ഥിതി ചെയ്യാൻ കഴിഞ്ഞാൽ ചിത്ത് എന്താണ് എന്നുള്ളത് അപ്പോൾ അറിയാൻ പറ്റും. അതാണ് സംവിത്തിൻ്റെ ശരീരം. അനുന്മേഷം ചിദാകാശം, ഉന്മേഷം പ്രാപിക്കാത്ത ചിദാകാശമാണ് അത്. ഉന്മേഷം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങളിലൂടെയാണ് ചിത്ത് ഉന്മേഷത്തെ പ്രാപിക്കുന്നത്. ഉന്മേഷം എന്ന് പറഞ്ഞാൽ
മിഴി തുറക്കൽ എന്നാണ് അർത്ഥം. എനിക്ക് വല്ലാത്തൊരു ഉന്മേഷം തോന്നുന്നു എന്ന് പറഞ്ഞാൽ ക്ഷീണമൊക്കെ മാറി ഒരു ഉത്സാഹം, ഉന്മേഷം. ഉന്മേഷം, നിമേഷം. നിമേഷം കണ്ണടയ്ക്കുക, ഉന്മേഷം കണ്ണു തുറക്കുക. അപ്പോൾ ചിത്തിൻ്റെ ഉന്മേഷമാണ് സങ്കല്പം, അനുന്മേഷമാണ് ഈ ചിദാകാശം. സങ്കല്പങ്ങളൊക്കെ പൂർണ്ണമായി നിരോധിക്കപ്പെട്ടാൽ ഈ ചിത്ത് എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റും. തദ്വിദ്യാ തന്മയം ജഗത്. ആ ചിത്തിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഉന്മേഷം പ്രാപിക്കാതെ സങ്കല്പങ്ങളിൽ പെടാതെ നിൽക്കുന്ന ചൈതന്യത്തെ കണ്ടു കഴിഞ്ഞാൽ അതാണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്ന് അറിയാൻ കഴിയും. അസമാധാവപി ശാഖാചന്ദ്രദർശനെ ബുദ്ധിവൃത്തേः ശാഖാദേശാത് ചന്ദ്രദേശപ്രാപ്തൗ മധ്യേ യൻ നിർവിഷയം വൃത്യഭിവ്യക്തം സംവിധസ്വരൂപം തന്മയം ജഗദ്വിദ്യാദിത്യാഹ ദേശാദിതി. ശാഖാചന്ദ്രൻ ന്യായം എന്നൊരു ന്യായത്തെക്കുറിച്ച് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ന്യായം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് മാക്സിം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മാക്സിം എന്ന് പറഞ്ഞാൽ അതൊരു യുക്തിയാണ്. ശാഖാചന്ദ്രൻ ന്യായം എന്ന് പറഞ്ഞാൽ ഒരു ശാഖയെ കാണിച്ചുകൊണ്ട് ചന്ദ്രനെ കാണിച്ചു കൊടുക്കുക. ചന്ദ്രൻ ഈ തൃതീയയിലും ചതുർത്ഥിയിലുമൊക്കെ ഒരു ചെറിയ തേങ്ങാപ്പൂൾ പോലെയേ കാണത്തുള്ളൂ, സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ. അപ്പോൾ ആ ചന്ദ്രനെ ഒരാൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഒരു വൃക്ഷത്തെ ആദ്യം കാണിച്ചു കൊടുക്കും. ഈ മരം കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ട്. ഇപ്പോൾ അയാളുടെ ശ്രദ്ധ മരത്തിലാണ്. എന്നിട്ട് ആ മരത്തിൻ്റെ കിഴക്കോട്ട് പോകുന്ന ശാഖയെ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് നീണ്ടു നിൽക്കുന്ന ശാഖയെ കാണിച്ചു കൊടുക്കും. ആ ശാഖ കണ്ടോ? ഇപ്പോൾ അയാളുടെ ശ്രദ്ധ മരത്തിൽ നിന്ന് ആ ശാഖയിലേക്കായി. എന്നിട്ട് പറയും, ആ ശാഖ കാണുന്നുണ്ടല്ലോ, ആ ശാഖയുടെ തൊട്ട് മുകളിൽ ആകാശത്തിൽ ദൃഷ്ടി പതിപ്പിക്കൂ. ഇപ്പോൾ കാണുന്നുണ്ട് ചന്ദ്രനെ. ഇങ്ങനെ സ്ഥൂലമായ ഒന്നിനെ വെച്ചുകൊണ്ട് സൂക്ഷ്മമായ ഒന്നിനെ മനസ്സിലാക്കി തരുന്ന പ്രക്രിയയാണ് ഈ ശാഖാചന്ദ്രൻ ന്യായം എന്ന് പറയുന്നത്. ശാഖയെ കാണിച്ചുകൊണ്ട്, ചില്ലയെ കാണിച്ചുകൊണ്ട് ചന്ദ്രനെ മനസ്സിലാക്കി കൊടുക്കുക. ചന്ദ്രൻ ആകാശത്തിലാണ്, ചില്ല മരത്തിലാണ്, മരം ഭൂമിയിലാണ്. അപ്പോൾ അറിയാവുന്ന ഒന്നിനെ, നമ്മുടെ അറിവിൻ്റെ മണ്ഡലത്തിൽ പെടുന്ന ഒന്നിനെ വെച്ചുകൊണ്ട് അറിവിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ മനോബുദ്ധികളെ അതിവർത്തിച്ച് നിൽക്കുന്ന ഒന്നിനെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയെയാണ് ശാഖാചന്ദ്രൻ ന്യായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമാധിയിൽ നിന്ന് പുറത്ത് കടക്കുമ്പോഴും ശാഖാചന്ദ്രദർശനെ ബുദ്ധിവൃത്തേഹ, ഈ സങ്കല്പങ്ങൾ മനസ്സിൽ നിന്ന് പൊന്തുമ്പോഴും ഈ സങ്കല്പങ്ങളുടെ ആധാരമായി സങ്കല്പരഹിതമായ ഒരു തലമുണ്ട് എന്ന് സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ഒരാൾ അറിയണം. ശാഖാദേശത്തെ വെച്ചുകൊണ്ട് ചന്ദ്രദേശത്തെ, ചന്ദ്രൻ്റെ സ്ഥാനത്തെ മനസ്സിലാക്കുന്നത് പോലെ അവിടെ ശാഖയെ ആദ്യം അയാൾ കാണുന്നു. അത് കഴിഞ്ഞിട്ട് ആ ശാഖയിൽ ഉള്ള ശ്രദ്ധയെ പിൻവലിച്ചിട്ട് ശാഖയുടെ തൊട്ട് മുകളിലുള്ള വിദൂരമായ ആകാശത്തിൽ അയാളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നു. അപ്പോഴാണ് ആ ചന്ദ്രകലയെ അയാൾക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ മനസ്സ് ഒരു വിഷയത്തെ വിട്ടിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ അതിസൂക്ഷ്മമായ ഒരു ഇടവേളയുണ്ട്. ആ ഇടവേളയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ, വിഷയങ്ങളിൽ അല്ലെങ്കിൽ സങ്കല്പങ്ങളിലാവരുത് നമ്മുടെ ശ്രദ്ധ. രണ്ട് സങ്കല്പങ്ങളുടെ ഇടയ്ക്ക്, ഒരു സങ്കല്പത്തെ തുടർന്ന് അടുത്ത സങ്കല്പം വരും, തുടരെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ എന്നാലും അവയുടെ ഇടയ്ക്ക് ഒരു ചെറിയ ഇടവേളയുണ്ട്. ആ ഇടവേളയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അവിടെ ഈ ചിത്തിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. മധ്യേ എന്നിർവിഷയം വൃത്യഭിവ്യക്തം സംവിധസ്വരൂപം. ചിത്തം വൃത്തികളായി പരിണമിക്കുമ്പോഴും ആ
ആത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ സമാധി നിലയിൽ നിന്ന് താഴേക്കിറങ്ങി വന്നാലും ആ ആത്മാനുഭവം നഷ്ടപ്പെടില്ല. നമ്മുടെ ശ്രദ്ധ ഏതിൽ എന്നുള്ളതാണ് പ്രധാനം. വിഷയങ്ങളിൽ, ബാഹ്യവസ്തുക്കളിൽ, സങ്കല്പങ്ങളിലാണ് ശ്രദ്ധ എങ്കിൽ ആത്മതത്വം മറഞ്ഞതുപോലെയായിത്തീരും. ആത്മതത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ അതിനെ എപ്പോഴും ഒരാൾക്ക് അനുഭവിക്കാവുന്നതാണ്. ആ ആത്മാവ് തന്നെയാണ് ജഗത്തായി കാണപ്പെടുന്നത് എന്ന് രാമാ നീ അറിയണം. തത്ര യദ്വൈതമൈക്യം തന്മന്യേ തദഭിനൈവ ച തദ്വ്യോമകേവലം ഭാതി മന്യേ തദഭിനൈവ വാ. ഈ ചിത്ത് ബോധം എന്നൊക്കെ പറയുന്നു. പക്ഷെ അതിൻ്റെ സ്വരൂപത്തെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധ്യമല്ല. അതിനെ വ്യക്തമായി അനുഭവിക്കാം എന്നുള്ളത് വസ്തുതയാണെങ്കിലും അതിനെ വിവരിക്കാൻ സാധ്യമല്ല. പരസ്പര വിരുദ്ധങ്ങൾ എന്ന് തോന്നിക്കുന്ന പ്രസ്താവനകളിലൂടെ മാത്രമേ ഈ ആത്മതത്വത്തെ വിവരിക്കാൻ പറ്റൂ. നമുക്ക് പ്രഥമദൃഷ്ട്യാ നോക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യം ഉണ്ടെന്ന് തോന്നും. അത് ചെറുതല്ല, വലുതുമല്ല. എന്ത് മനസ്സിലാവും? അത് ദൂരെയല്ല, അടുത്തുമല്ല, പിന്നെ സ്വല്പ അകലത്തിലോ? അങ്ങനെയല്ല. അത് ചെറുതുമല്ല, വലുതുമല്ല, സ്ഥൂലവുമല്ല, സൂക്ഷ്മവുമല്ല, ഉള്ളതുമല്ല, ഇല്ലാത്തതുമല്ല. അത് അറിവുമല്ല, അറിവില്ലായ്മയുമല്ല. നമ്മുടെ മനസ്സ് ഒരു ആശയത്തെയും രൂപീകരിക്കരുത്. ഒരു ആശയവും നമ്മുടെ ഉള്ളിൽ രൂപപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് പരസ്പര വിരുദ്ധങ്ങളായ വാക്കുകളെ പ്രയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥത്തിൽ കുടുങ്ങിപ്പോകും നമ്മുടെ മനസ്സ്. അപ്പോൾ പരസ്പര വിരുദ്ധങ്ങളായ പദങ്ങളെ സമകാലത്തിൽ പ്രയോഗിച്ചാൽ മനസ്സ് ഒരു എത്തും പിടിയും കിട്ടാതെ അങ്ങനെ സ്തബ്ധമായിരിക്കും. സാരമില്ല, അപ്പോൾ കുഴപ്പമല്ലേ സംഭവിക്കുന്നത്? ആദ്യം കുഴപ്പം സംഭവിക്കും. കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തത ഉള്ളിലുണ്ടാവും. ഇവിടെ എന്ത് പറയുന്നു നോക്കൂ. തത്ര യദ്വൈതമൈക്യം. ഈ ആത്മതത്വത്തിലാണ് ദ്വൈതവും ഐക്യവും പ്രകാശിക്കുന്നത്. ഐക്യം, ഏകഭാവം, അതിനെ പ്രകാശിപ്പിക്കുന്നതും ഈ ആത്മാവാണ്. ദ്വൈത പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്നത് ഇതേ ആത്മാവാണ്. ആത്മാവ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ള അറിവിന് കാരണമായിരിക്കുന്നത് ആത്മാവാണ്. പ്രപഞ്ചാനുഭവങ്ങൾക്കും ഇതേ ആത്മാവ് തന്നെയാണ് കാരണം. തന്മന്യേ തദഭിനൈവച. ഇങ്ങനെ ഐക്യത്തിനും ദ്വൈതത്തിനും കാരണമായിരിക്കുന്ന ആ ആത്മതത്വത്തെ അത് രണ്ടും ഇല്ലാത്ത ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പം എത്രയായി? ദ്വൈതം, ഐക്യം. ഐക്യമുണ്ടെങ്കിൽ ദ്വൈതമില്ല, ഭേദമില്ല. ഭേദം അല്ലെങ്കിൽ ദ്വൈതമുണ്ടെങ്കിൽ ഐക്യമില്ല. ഈ രണ്ട് ഭാവങ്ങളുടെയും അധിഷ്ഠാനമാണ് ഈ ആത്മാവ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ആധാരമായിരിക്കുന്നതാണ് ആത്മാവ് എന്ന് പറയാം. ഈ രണ്ടിനും അപ്പുറത്താണ് ആത്മാവ് എന്നും പറയാം. കാരണം ദ്വൈതത്തെയും ഐക്യത്തെയും പ്രകാശിപ്പിച്ചു തരുന്ന ഒന്ന് എങ്ങനെ ദ്വൈതമോ ഐക്യമോ ആകും? അത് ഒന്നുമല്ല, പലതുമല്ല. ഒന്നും പലതുമായി കാണപ്പെടുന്ന ഒന്നായും പലതായും കാണപ്പെടുന്നത് അതാണ്. ഒന്നെന്ന ആശയത്തെയും പലതെന്ന ആശയത്തെയും പ്രകാശിപ്പിച്ചു തരുന്ന ഒന്നാണ്. അതിനെ ഒന്നെന്ന് പറയണോ പലതെന്ന് പറയണോ? ഒന്നായിരിക്കുന്ന പലതെന്നോ പലതിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ഒന്നെന്നോ, അല്ലെങ്കിൽ ഒന്ന് പലത് തുടങ്ങിയ ആശയങ്ങൾക്കപ്പുറത്തുള്ള ഒന്ന് എന്ന് പറയണോ? ഒന്നും പറയാതിരിക്കുകയാവും ഭേദം. തന്മന്യേ തദഭിനൈവച. അത് ഒന്നുമല്ല, പലതുമല്ല. തദ്വ്യോമ കേവലം ഭാതി. പക്ഷെ ഒരു കാര്യം മാത്രം ഉറപ്പിച്ച് പറയാം, അത് ആകാശം പോലെ അതിസൂക്ഷ്മമായ ഒരു തത്വമാണ്. അത് ശുദ്ധമായി എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മന്യേ തദഭിനൈവവ, അത് ഒരിക്കലും പ്രകാശിക്കുന്നില്ല.
പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കിൽ പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനല്ലേ വർദ്ധിക്കുക? പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, എങ്ങനെയുള്ള പ്രകാശം? ഞാനുണ്ട് എന്നാണ് ആത്മാവ് പ്രകാശിക്കുന്നത്. ആത്മാവിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് ഞാനിൻ്റെ അനുഭവമാണ്. ഞാനുണ്ട് എന്ന അനുഭവമായിട്ടാണ് ആത്മാവ് പ്രകാശിക്കുന്നത്. ഈ ഞാൻ ഭാവം അപ്രത്യക്ഷമായാലും ആത്മാവ് അവിടെയുണ്ട്. അപ്പോൾ അത് പ്രകാശിക്കുന്നില്ല എന്ന് പറയേണ്ടതായി വരും. പക്ഷേ പ്രകാശം സ്വരൂപമായിട്ടുള്ള ഒന്നിനെ എങ്ങനെ പ്രകാശിക്കുന്നില്ല എന്ന് പറയാൻ പറ്റും? കൺഫ്യൂസ് ചെയ്യിക്കരുത്. ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങൾക്ക് പോകണം, മണി 11:30 വിട്ടേക്കാം, 10 മിനിറ്റ് കൂടെ ഉള്ളൂ. അല്ലാതെ വേറെ എന്ത് പറയാൻ? നശൂന്യം നചാശൂന്യം അദ്വൈതകത്വാത് കഥം സർവവേദാന്ത സിദ്ധം ബ്രവീമി. ബുദ്ധിരാക്ഷസനായ, രാക്ഷസനല്ല, പക്ഷെ നമ്മൾ ബുദ്ധിരാക്ഷസൻ എന്ന വാക്കാണ് പ്രയോഗിക്കുന്നത്. ഓ, അവനൊരു ബുദ്ധിരാക്ഷസൻ. രാക്ഷസന്മാർക്ക് ബുദ്ധിയില്ല. മഹാപ്രതിഭയായ ശങ്കരാചാര്യർ സ്വാമികൾ പോലും, വാക്പടുത്വമുള്ള ശങ്കര ഭഗവത്പാദർ പോലും ഈ ആത്മതത്വത്തെ വേണ്ടവണ്ണം വർണ്ണിക്കാൻ കഴിയാതെ പിന്മാറുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ശൂന്യമല്ല, അശൂന്യവുമല്ല, അത് ഒന്നല്ല, പലതുമല്ല. ഈ ആശയങ്ങളെല്ലാം മനസ്തലത്തിൽ അല്ലെങ്കിൽ ബുദ്ധിതലത്തിൽ മാത്രമാണ്. ആശയങ്ങളെയെല്ലാം അതിവർത്തിച്ച് നിൽക്കുന്ന ഒന്നിനെ ആശയങ്ങളെ പ്രകാശിപ്പിക്കുന്ന വാക്കുകളിലൂടെ എങ്ങനെ വിവരിക്കാൻ പറ്റും? അതുകൊണ്ട് ആത്മാവിനെ വർണ്ണിക്കാൻ ശ്രമിക്കേണ്ട, സാധ്യവുമല്ല. അത് വാക്കുകൾക്കതീതമായ തലമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. വാക്കിനും ബുദ്ധിക്കും എത്തിപ്പെടാൻ കഴിയാത്തതാണ് ഈ ആത്മാവ്. പക്ഷേ വ്യക്തമായി അതിനെ അനുഭവിക്കാൻ പറ്റും. കാരണം അത് അനുഭവ സ്വരൂപമായ ഒന്നാണ്. എല്ലാറ്റിനെയും അനുഭവിപ്പിച്ച് തരുന്നത് അതാണ്. അത് തന്നെ അറിയുന്നില്ല എന്ന് വരുമോ? അതിന് തന്നെ അറിയില്ല എന്ന് വരുമെങ്കിൽ ആ ആത്മാവ് അജ്ഞാനിയാണ് എന്ന് പറയേണ്ടി വരില്ലേ? അജ്ഞാനത്തെ പോലും പ്രകാശിപ്പിച്ച് തരുന്ന ആ വസ്തുവിനെ അജ്ഞാനിയാണ് എങ്ങനെ പറയാൻ പറ്റും? അത് തൻ്റെ അസ്തിത്വത്തെ അറിയുന്നു, പക്ഷേ മാറി നിന്നുള്ള അറിവല്ല. ഞാനുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയുന്നില്ലേ? അത് എന്ത് തരം അറിവാണ്? അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അനുഭവമാണ്? ഞാനുണ്ടെന്ന് ഞാൻ അറിയുന്നു. അവിടെ അറിയാനൊരു ഞാനും അറിയപ്പെടുന്ന മറ്റൊരു ഞാനും ഉണ്ടോ? ഞാൻ മേശയെ അറിയുന്നു, മരത്തെ അറിയുന്നു എന്ന് പറയുന്നത് പോലെയാണോ ഞാൻ എന്നെ അറിയുന്നു എന്ന് പറയുന്നത്? അവിടെ അറിയപ്പെടുന്ന ഒരു ഞാനില്ല, അറിയുന്ന ഒരു ഞാനുമില്ല. എന്നാലും ഞാൻ എന്നെ അറിയുന്നു. അതിനെയാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. സെൽഫ് ലൂമിനസ്, സെൽഫ് എഫൾജൻറ്റ്, സ്വയം പ്രകാശമുള്ളത്, സ്വയം ജ്യോതിസ് അതുണ്ടെന്ന് അതറിയുന്നു. എങ്ങനെ അറിയുന്നു? മനസ്സിൻ്റെ സഹായത്തോടു കൂടിയല്ല, ബുദ്ധിയുടെ സഹായത്തോടു കൂടിയല്ല, ഇന്ദ്രിയങ്ങൾ, ശരീരം, ഇങ്ങനെയുള്ള ഒരു ഉപകരണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന അറിവല്ല. ഞാനുണ്ട് എന്നുള്ള അറിവ്, അത് സ്വയം പ്രകാശിക്കുന്നു. തൻ്റെ മഹിമാവിൽ പ്രകാശിക്കുന്നു. ഞാനിനെപ്പോലും പ്രകാശിപ്പിച്ച് തരുന്നത് അതാണ്. ഞാനായി പ്രകാശിക്കുന്നത് അത് തന്നെയാണ്. ഞാൻ എന്ന ജീവഭാവമായി പ്രകാശിക്കുന്നത് അതാണ്. ആ ഞാനെന്ന ജീവഭാവത്തെ പ്രകാശിപ്പിക്കുന്നതും അതാണ്. രണ്ടും ഒന്നായതുകൊണ്ട് ഞാൻ ഒരു പ്രയാസവും കൂടാതെ ഞാനുണ്ടെന്നറിയുന്നു. എന്നെ അറിയിച്ചു തരുന്ന വേറൊന്നുമില്ല. എന്നാൽ അറിയപ്പെടുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാടൊന്നും ചിന്തിച്ച് തല പുണ്ണാക്കണ്ട. ഞാനുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. തൻ്റെ അസ്തിത്വത്തെ ആരും സംശയിക്കാറില്ലല്ലോ. ആ ഞാനായി പ്രകാശിക്കുന്നത് ആത്മാവാണ് എന്ന് അറിഞ്ഞാൽ മതി.
തദ്വ്യോമ കേവലം ഭാതി മന്യേ തദപി നൈവവ. അത് അതിശൂന്യമായ അല്ലെങ്കിൽ അതിസൂക്ഷ്മമായ ഒരു തത്വമാണ്. അത് ഉള്ളതാണ്, സത്താണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ പറയുന്നത് പോലും പൂർണ്ണമായും ശരിയല്ല. കാരണം അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല എന്നർത്ഥം. അത് ഉള്ളതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിൻ്റെ സ്വരൂപമെന്ത്, എന്താണ് ഈ ആത്മാവ് എന്ന് അതിനെ അനുഭവിച്ചവർക്ക് പോലും വിവരിക്കാൻ സാധ്യമല്ല. തത്ര താദൃശേ ചിദാത്മനി, അങ്ങനെയുള്ള ചിദാത്മസ്വരൂപത്തിൽ യദ്വൈതം വിശേഷരൂപം, ദ്വൈതം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നാനാത്വം, വേറെ വേറെ, പലത്, ഭേദം, അതുപോലെ ഐക്യം, സാമാന്യരൂപം ച ആഭാതി, എല്ലാം ഒന്നാണെന്നുള്ള അറിവ്, അതും ആത്മാവിലാണ് പ്രകാശിക്കുന്നത്. പ്രപഞ്ചം എന്നുള്ള ദ്വൈതജ്ഞാനവും പ്രകാശിക്കുന്നത് ആത്മാവിൽ തന്നെ. ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായ രണ്ടറിവുകളും ആത്മാവിലാണ് പ്രകാശിക്കുന്നത്. തദപി തസ്മാത് ചിദാകാശ സ്വഭാവാദേവ നൈവ. എന്നാൽ ഒന്നാണ് പലതാണ് എന്നീ ആശയങ്ങൾക്കും ആത്മാവിൽ സ്ഥാനമില്ല. ഒന്ന് പലത് ഇങ്ങനെ തീരുമാനിക്കുന്നത് ബുദ്ധിയാണ്. ആത്മാവ് ബുദ്ധിയെയും കടന്നു നിൽക്കുന്ന ഒരു തലമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുകയാവും ഭേദം. നാസ്ത്യേവേദി മന്യേ, ഈ ഒന്ന് പലത് എന്നുള്ള രണ്ട് സങ്കല്പങ്ങളും വാസ്തവത്തിൽ ആത്മാവിലില്ല. അത് ഒന്നിനും അപ്പുറത്താണ്, പലതുകൾക്കും അപ്പുറത്താണ്. മനനേന നിശ്ചിനോമി, ഇങ്ങനെ ഞാൻ സൂക്ഷ്മമായ മനനത്തിലൂടെ ആത്മതത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. പറയുമ്പോഴാണ് ബുദ്ധിമുട്ട്, വിവരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രയാസം തോന്നുന്നത്. ജഗദാകാശമേവേദമാത്മൈവാത്മനി വാ സ്ഥിതം ഭവിഷ്യത് പുരവദൃഷ്ടമഭിസ്ഫാരമഭിസ്ഫുടം. ഈ ജഗത്ത് ആകാശം തന്നെയാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ശൂന്യം എന്നർത്ഥം. പൊള്ളയായത്, കഴമ്പായത്, സാരമായതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. കട്ടിയുള്ളത്, ദ്രവരൂപത്തിലുള്ളത്, വാതകരൂപത്തിലുള്ളത്, ഇങ്ങനെയൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ഇത് ആകാശം തന്നെയാണ്. ആകാശമാണ് വസ്തുക്കളായും വ്യക്തികളായും കാണപ്പെടുന്നത്. ഈ ജഗത്ത് വാസ്തവത്തിൽ അതിസൂക്ഷ്മമായ ആകാശം തന്നെ. ജഗദാകാശമേവേദം ആത്മൈവ ആത്മനിവാസ്ഥിതം. ഇതൊക്കെ ശൂന്യമാണ് അല്ലെങ്കിൽ ആകാശം പോലെ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആത്മാവ് ആത്മാവിൽ പ്രകാശിക്കുമ്പോൾ അത് ജഗത്തെന്ന് പറയപ്പെടുന്നു. ആത്മാവ് ആത്മാവിൽ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത്. ആ പ്രപഞ്ചാനുഭവം ഏതിൽ പ്രകാശിക്കുന്നു എന്ന് ചോദിച്ചാൽ ആത്മാവിൽ തന്നെ. ആത്മാവ് ആത്മാവിൽ പ്രകാശിക്കുന്നു. അതിനെയാണ് നമ്മൾ ജഗത്ത് എന്ന് പറയുന്നത്. ആ ജഗത്തിൻ്റെ ഭാവത്തെ ഉപേക്ഷിച്ചാൽ ആത്മാവ് ആത്മാവിൽ ലയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അത് അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. അവിടെ ദ്വൈതത്തിൻ്റെ കണിക പോലുമില്ല. ദ്വൈതം കാണപ്പെടുമ്പോൾ ആ ദ്വൈതത്തിന് ആധാരമായി വർത്തിക്കുന്നത്, ദ്വൈതഭ്രമമായി കാണപ്പെടുന്നതും ആ ഭ്രമത്തെ ഉണ്ടെന്നറിയുന്നതും ഈ ആത്മാവാണ്. അതുമാത്രമായുള്ളപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല. ദ്വൈതത്തിൻ്റെ കണിക പോലും അവിടെയില്ല. ആ അനുഭവത്തെക്കുറിച്ച് ഒന്നും പറയാൻ സാധ്യമല്ല. ഭവിഷ്യത് പുരവദൃഷ്ടം അഭിസ്ഫാരമഭിസ്ഫുടം. ഈ പ്രപഞ്ചം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു നഗരത്തെ പോലെയാണ്. ഭാവിയിൽ നിർമ്മിക്കപ്പെടാൻ പോകുന്ന ഒരു നഗരം. അതിനെ നമുക്ക് ഭാവന ചെയ്തുകൂടെ? ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നു. എങ്ങനെ ആവണം ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ? അപ്പോൾ ആ വീടിനെ
ആ പ്ലാൻ വരയ്ക്കുന്നയാൾ മനസ്സിൽ കാണുന്നു ഇത് കൺസ്ട്രക്റ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന്. അങ്ങനെ മനസ്സിൽ കണ്ടിട്ടാണ് അയാൾ അതിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നത്. വീട് കെട്ടുന്നതിന് മുമ്പേ അയാൾ എങ്ങനെയാണ് വീടിനെ കണ്ടത്? ഭാവന, വിഷ്വലൈസേഷൻ. അത് പിന്നീട് മാത്രമേ യാഥാർത്ഥ്യമാവുന്നുള്ളൂ. അതുപോലെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പട്ടണത്തെ പോലെ ഇല്ലാത്തതാണ് നിങ്ങൾ ഉണ്ടെന്ന് ഇപ്പോൾ പറയുന്ന ഈ പ്രപഞ്ചം. ഇത് ഇല്ലാത്തതാണപ്പാ, ഇല്ലേ ഇല്ല. ഞാനിങ്ങനെ കിടന്ന് തൊള്ള തുറന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. വളരെ വ്യാപിച്ചു കിടക്കുന്ന, വളരെ സ്ഫുടമായി വ്യക്തമായി ഇന്ദ്രിയ മനസ്സുകളുടെ മുമ്പിൽ പ്രകാശിക്കുന്ന ഈ പ്രപഞ്ചം ഭാവിയിൽ നിർമ്മിക്കപ്പെടാൻ പോകുന്ന നഗരം പോലെ ഇല്ലാത്തതാണ്. ആ നഗരം ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല, ഇനി നിർമ്മിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനെ എങ്ങനെ കാണാൻ പറ്റും? സ്വപ്നം കാണുന്ന നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? നമുക്ക് ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ ആ മാതാപിതാക്കൾ സ്വപ്നം കാണുന്നില്ലേ? ഭാവി വരൻ അല്ലെങ്കിൽ ഭാവി വധു തൻ്റെ ജീവിത പങ്കാളി എങ്ങനെ ആവണം എന്ന് ഓരോരുത്തരും മനസ്സിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടിയെ ചിലപ്പോൾ കുട്ടിയെയോ അല്ലെങ്കിൽ ആ പുരുഷനെയോ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. പക്ഷേ എല്ലാവർക്കും ഓരോ സങ്കല്പമുണ്ടല്ലോ. എന്തൊക്കെയായിരിക്കും സങ്കല്പം? പലതിൽ നിന്ന് പലതിനെ എടുക്കും. സുഷ്മിതാ സെന്നിൻ്റെ ശരീര വടിവം, ആകാര സൗഷ്ഠവം, പിന്നെ വേറൊരു ലോകസുന്ദരിയുടെ പോലെയുള്ള കണ്ണുകൾ. എന്താണ്? പോച്ചയാ? അതെന്താണ്? എന്തോ ഒരെണ്ണം പരിഹസിച്ച് പറഞ്ഞതല്ലേ ഇതിന്. ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഒത്തിണങ്ങിയ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നാലും ഓരോരുത്തരുടെ ഉള്ളിൽ അങ്ങനെയുള്ള സങ്കല്പങ്ങളുണ്ട്. സങ്കല്പത്തിലെ നായകന്മാരും നായികമാരുമാണ് മനുഷ്യരുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇത് കാണപ്പെട്ടാലും ഇല്ലാത്തത് തന്നെയാണ് രാമ. ആ സർഗത്തിൻ്റെ അവസാന ശ്ലോകത്തിലേക്ക് കടക്കാം. ആകാശകോശ വിശദാശയ ദൃശ്യജാതം മൗനാത്മതിഷ്ഠതി ശിലാഘനമേവ ശാന്തം യന്നാമതസ്യ ജഗദിത്യഭിധാം വിധായ സ്വാത്മൈവ മോഹിതൈവായ മഹോനുമായ. മായ, ആ മായയെക്കുറിച്ച് ഇപ്പോഴാണ് വസിഷ്ഠ മഹർഷി സംസാരിക്കുന്നത്. ഇതിനു മുമ്പ് മായ എന്നുള്ള വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ മായയാണ് എന്ന് ഏതാണ്ട് പൂർണ്ണമായി അംഗീകരിച്ച മട്ടാണ്. തത് കേവലം വ്യോമശൂന്യമിതിച്ച യദ്ഭാതി തദപിച്ച നൈവ. പ്രപഞ്ചം ശൂന്യമാണെന്ന് പറഞ്ഞല്ലോ. ശൂന്യമായി കാണപ്പെടുന്നത് നിറപൊരുളാണ്. പൂർണ്ണ വസ്തുവിൽ എങ്ങനെയാണ് ശൂന്യത അനുഭവപ്പെടുക? സാന്ദ്രമായ ഒന്ന് എങ്ങനെ പൊള്ളയായി അനുഭവപ്പെടും? പ്രപഞ്ചത്തെ ശൂന്യമെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് പൂർണ്ണ വസ്തുവാണ്. അപ്പോൾ അതെങ്ങനെ ശൂന്യമാവും? എന്നാൽ ഇത് പൂർണ്ണമാണെന്ന് പറഞ്ഞൂടെ? ആകാശത്തിന് എന്ത് പൂർണ്ണത? ഒഴിഞ്ഞു കിടക്കുന്നതാണ്, പൊള്ളയാണ്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ശൂന്യത പൂർണ്ണതാച കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ്. ഇപ്പോൾ വായിച്ച ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് ഇനി വായിക്കാം. ശൂന്യത പൂർണ്ണതാച സപ്രതിയോഗിക ലോകേ യാദൃശി പ്രസിദ്ധ. പൂർണ്ണതയും ശൂന്യതയും പരസ്പര വിരുദ്ധങ്ങളാണ്. ഒന്ന് പൂർണ്ണമാണെങ്കിൽ അത് ശൂന്യമല്ല, ഒന്ന് ശൂന്യമാണെങ്കിൽ അത് പൂർണ്ണമാവാനും പറ്റില്ല. ഇങ്ങനെ പ്രതിയോഗികളാണ്, പരസ്പര വിരുദ്ധങ്ങളാണ് ശൂന്യതയും പൂർണ്ണതയും എന്നുള്ള കാര്യം ലോകർക്കറിയാം. യഥാ ജലേന ശൂന്യോ ഘടോ ജലേന പൂർണ്ണ ഇതിവ. ഒരു കുടത്തിൽ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് അത് വെള്ളം നിറയാത്ത കുടം എന്ന് പറയും. എന്നിട്ട് അതിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണകുംഭം അല്ലെങ്കിൽ വെള്ളം കൊണ്ട് പൂർണ്ണമായ ഒരു കുടം എന്ന് പറയും. ഇങ്ങനെ ആത്മാവ് പ്രപഞ്ചത്തിൽ നിറയുന്ന അവസ്ഥ അപ്പോൾ പൂർണ്ണതയും, ആത്മാവിൽ പ്രപഞ്ചത്തിൽ നിന്ന് ആത്മാവ് മാറി നിൽക്കുന്ന അവസ്ഥ അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ശൂന്യതയും. അങ്ങനെയില്ല.
സാ ആത്മനി ന സംഭവതി. ഈ പൂർണ്ണത ശൂന്യത ഇത് രണ്ടും ആത്മാവിൽ സംഭവിക്കുന്നില്ല. കിന്തു പിന്നെയോ ജഗതിദം ജഗദ്ഭാവസ്യ അത്യന്ത അപ്രസിദ്ധ്യ. ജഗത്ത് എന്ന് പറയുന്നത് വാക്കിൽ മാത്രമേ ഉള്ളൂ. ജഗത്തിന് വാസ്തവികതയില്ല, അത്യന്ത അഭാവമാണിത് എന്ന് പറഞ്ഞാൽ ഇല്ലേ ഇല്ല. അത്യന്ത അപ്രസിദ്ധി. വേദാന്തം ഒരിക്കലും ഈ പ്രപഞ്ചത്തിന് സത്യത്വം കൽപ്പിക്കുന്നില്ല. ആകാശമേവ ഇതമിതി ശൂന്യത്വം. ഈ ആത്മാവ് അത്യന്തം സൂക്ഷ്മമായ ഒന്നായതുകൊണ്ട് ഈ ആത്മാവിനെ ശൂന്യം എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഏവം ആത്മൈവ ആത്മനി അന്യനിരപേക്ഷം പൂർണ്ണത്വം. ഈ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നതാണ്, സാന്ദ്രമായ കട്ടിപിടിച്ച ഒരു അനുഭവമാണ് എന്നുള്ളത് കൊണ്ട് അത് പൂർണ്ണവുമാണ്. ഒരേ സമയത്ത് അത് പൂർണ്ണവുമാണ്, ഒരേ സമയത്ത് ശൂന്യവുമാണ്. ഏതുപോലെയാണ് പൂർണ്ണം? കടലിൻ്റെ ഉള്ളിൽ കമഴ്ത്തി വച്ചിരിക്കുന്ന ഒരു കുടം, അകവും പൂർണ്ണം പുറവും പൂർണ്ണം. ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് നിവർത്തി വച്ചിരിക്കുന്ന കുടം, അതിൻ്റെ അകവും ശൂന്യം പുറവും ശൂന്യം എന്നാണ് ഉപനിഷത്ത് ഇതിനെ വർണ്ണിക്കുന്നത്. അന്തഃപൂർണം ബഹിഃപൂർണം പൂർണ്ണകുംഭമിവാംബുധൗ അന്തഃശൂന്യം ബഹിശൂന്യം ശൂന്യകുംഭമിവാംബരേ. അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ആത്മാവ് സ്വയം പൂർണ്ണമാണ്. അത് അതിസൂക്ഷ്മമായ ഒന്നായതുകൊണ്ട്, അതിൽ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ശൂന്യവുമാണ്. ഏവം ആത്മൈവ ആത്മനി സംസ്ഥിതം അന്യനിരപേക്ഷം പൂർണ്ണത്വം. മറ്റൊന്നും അതിലില്ലാത്തത് കൊണ്ട് അത് ശൂന്യം. അത് മാത്രം അതിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അത് പൂർണ്ണവുമാണ്. യഥാ ഭവിഷ്യത്പുരം ഇതാനീം പ്രതിയോഗി നിരപേക്ഷ ശൂന്യതയാ ദൃഷ്ടം സ്ഫാരം ദിക്കാലാദി യഥാ പ്രതിയോഗി നിരപേക്ഷ പൂർണ്ണതയാ സ്ഫുടം ദൃഷ്ടം തദ്വദിത്യർത്ഥ. എങ്ങനെയാണോ ഭാവിയിൽ നിർമ്മിക്കപ്പെടാൻ പോകുന്ന ഒരു നഗരം, അതിന് പ്രതിയോഗികളില്ല എന്ന് പറഞ്ഞാൽ ആ സങ്കല്പത്തെ ആരും തടസ്സം ചെയ്യുന്നില്ല, നമുക്ക് ഭാവന ചെയ്യാം, ഭാവനയിൽ കാണാം. അതുപോലെ ശൂന്യമായ ഈ പ്രപഞ്ചം ഭാവനയിൽ ഉള്ളതായിത്തീരുന്നു. വളരെ വ്യക്തമായി അത് അനുഭവപ്പെടുന്നു. ദേശകാലങ്ങളൊക്കെ ഇവിടെ ഉള്ളതുപോലെ ജീവന്മാർ അനുഭവിക്കുന്നു. പ്രതിയോഗി ഇല്ലാത്തത് കൊണ്ട്, ജഗത്തിൻ്റെ എതിരാളി, ജഗത്തിന് ഭിന്നമായ ഒന്ന് ഇല്ലാത്തത് കൊണ്ട് ജഗത്ത് സത്യമെന്ന് കരുതുന്നു. ജഗത്തിൻ്റെ എതിരാളി ആരാണെന്ന് ചോദിച്ചാൽ ആത്മാവ്. ആത്മാവിനെ കണ്ടെത്തിയവൻ പ്രപഞ്ചത്തിന് സത്യത്വം കൽപ്പിക്കില്ല. പ്രപഞ്ചം അയാളുടെ ദൃഷ്ടിയിൽ മിഥ്യയായിത്തീരും. പ്രതിയോഗി നിരപേക്ഷ പൂർണ്ണതയാ സ്ഫുടം ദൃഷ്ടം തദ്വദിത്യർത്ഥ. ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നവൻ ആത്മാവിന് പ്രതിയോഗിയില്ല എന്ന് മനസ്സിലാക്കുന്നു. പൂർണ്ണ വസ്തുവിനെ കണ്ടെത്തുന്നവന് ശൂന്യത എന്നുള്ള വാക്ക് അർത്ഥമില്ലാത്തതായിത്തീരുന്നു. പ്രപഞ്ചത്തെ മാത്രം കരുതുന്നവർ, പ്രപഞ്ചത്തിന് സത്യത്വം കൽപ്പിക്കുന്നവർ ആത്മാവിന് ശൂന്യമെന്ന് കരുതുന്നു. അതാണ് കുഴപ്പം. ഇനി അവസാനത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം വായിക്കാം. ആകാശകോശ വിശദാശയ. ആകാശകോശം പോലെ എന്ന് പറഞ്ഞാൽ ആകാശം പോലെ വ്യാപിച്ചു കിടക്കുന്ന അന്തരംഗത്തോടു കൂടിയ രാമ, നിൻ്റെ മനസ്സ് അത്യന്തം വിശാലമാണ്. ദൃശ്യജാതം മൗനാത്മതിഷ്ഠതി ശിലാഘനമേവ ശാന്തം. ഈ ആത്മാവ് അത്യന്തം സൂക്ഷ്മമാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷേ അതിൽ ഈ ദൃശ്യങ്ങൾ ഉള്ളതുപോലെ കാണപ്പെടുന്നു. ഈ ആത്മാവ് മൗനം സ്വരൂപമായിട്ടുള്ളതാണ്, ശിലാഘനമാണ്. ഒരു പാറയുടെ അല്ലെങ്കിൽ കരിങ്കല്ലിൻ്റെ അന്തർഭാഗം പോലെ ഗാഠമായതാണ്, കട്ടിയുള്ളതാണ് ഈ ആത്മാവ്. പക്ഷേ അത് അത്യന്തം സൂക്ഷ്മവുമാണ്, അതൊരു വസ്തുവല്ല. കൈ കൊണ്ട് തൊട്ടു നോക്കിയാൽ എത്ര കട്ടിയുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ശിലാഘനമാണ്, നിശ്ചലമാണ്, അനക്കമില്ലാത്തതാണ്, ശാന്തം, അങ്ങേയറ്റം ഉപശമിച്ചിരിക്കുന്നതാണ്, ശാന്തി സ്വരൂപമായിട്ടുള്ളതാണ്. എന്നാമ തസ്യ ജഗതിത്യഭിധാം വിധായ.
അങ്ങനെയുള്ള ആത്മാവിനെയാണ് ഈ അജ്ഞാനികൾ പ്രപഞ്ചം, ലോകം എന്ന പേര് പറഞ്ഞ് വിളിക്കുന്നത്. അത് അവരുടെ അജ്ഞത കാരണമായിട്ടാണ്. ജഗതിത്യഭിധാംവിധായ, ജഗത്ത് എന്ന പേര് പറഞ്ഞ് അവർ വിളിക്കുന്നത് ഈ ശാന്തമായ ആത്മതത്വത്തെയാണ്. സ്വാത്മൈവ മോഹിത ഇവായ മഹോനുമായ. ഈ പ്രപഞ്ചത്തിന് സത്യത്വം കൽപ്പിക്കുന്നവരായിരുന്നോ? അജ്ഞാനികളായ ജീവന്മാർ. ആ ജീവന്മാർ വാസ്തവത്തിൽ ആരാണ്? ആത്മാവ് തന്നെ. ആത്മാവ് തന്നെ തൻ്റെ സ്വരൂപത്തെ മറന്ന് ഭ്രമത്തിൽ അകപ്പെട്ടവനെ പോലെ പ്രപഞ്ചം സത്യമാണ് എന്ന് കരുതുന്നു. മോഹിതനെ പോലെ കാണപ്പെടുന്നു, മോഹിച്ചവനെ പോലെ. അഹോനുമായ, ഈ മായയുടെ ശക്തിയെക്കുറിച്ച് എന്താ പറയാൻ? മായയ്ക്ക് സാധ്യമാകാത്തത് എന്താണ്? പരമാത്മാവിനെ ജീവനായും ജഗത്തായും തോന്നിപ്പിക്കുന്നത് മായയുടെ ശക്തിയാണ്. ആ മായാ വൈഭവത്തെക്കുറിച്ച് എന്തു പറയാനാണ്? ഹേ ആകാശകോശ വിശദാശയ രാമ, ആകാശം പോലെ വ്യാപിച്ചു നിൽക്കുന്ന ഹൃദയത്തോടു കൂടിയ, അത്രയും വ്യാപ്തിയുള്ള മനസ്സോടുകൂടിയ രാമ, യദൃശ്യജാതം ശിലാഘനപ്രായമേവ, ഈ ദൃശ്യങ്ങളൊക്കെ നിശ്ചലമാണ്. കരിങ്കല്ലിൻ്റെ അല്ലെങ്കിൽ പാറയുടെ അന്തർഭാഗം പോലെ ശാന്തമാണ്, നിശബ്ദമാണ്. വാസ്തവത്തിൽ ഈ പ്രപഞ്ചം ബ്രഹ്മമാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത്. ആ ബ്രഹ്മത്തിൽ ശബ്ദത്തിൻ്റെ ഒരു സ്പന്ദനം പോലുമില്ല. ശാന്തം ബ്രഹ്മൈവ മൗനം തിഷ്ഠതി. ഈ പ്രപഞ്ചം ചലിക്കുന്നില്ല രാമ, ചലനം ആരോപിക്കപ്പെട്ട ഒന്നാണ്. ഇത് മൗനവും ശാന്തവുമാണ്. മൗനഘന അമൃതാബ്ധിയാകും എന്നാണ് ഗുരുദേവൻ ഈ ആത്മാനുഭവത്തെ, ആത്മതത്വത്തെ വർണ്ണിക്കുന്നത്. മൗനം തിഷ്ഠതി നാമ തസ്യ സ്വാത്മൈവ ജഗതിത്യഭിധാംവിധായ അയം മോഹിതൈവ തിഷ്ഠതി. എന്നിട്ട് ഈ ആത്മാവ് തന്നെ മോഹിതനായ ഒരു വ്യക്തിയെപ്പോലെ, ഭ്രമത്തിൽപ്പെട്ട ഒരു ജീവനെപ്പോലെ കാണുന്നു, അനുഭവിക്കുന്നു. എന്നിട്ട് ഈ ആത്മാവിനെ തന്നെ ജഗത്ത് എന്ന പേര് പറഞ്ഞ് വിളിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. അഹോനുമായ അത്യാശ്ചര്യഭൂതേത്യർത്ഥ. ഈ മായ എന്ന് പറയുന്നത് അത്ഭുതകരം. ഒരേ പരമാത്മാവിനെ, ഒന്നായിരിക്കുന്ന ആ ആത്മാവിനെ 3 കഷണങ്ങളാക്കി മാറ്റുന്നു. ജീവൻ, ജഗത്ത്, ഈശ്വരൻ. 3 കഷണങ്ങളാക്കുന്നില്ല. വാസ്തവത്തിൽ 3ൻ്റെ തോന്നൽ ജനിപ്പിച്ചുകൊണ്ട് ഈശ്വരൻ വേറെ, ജീവൻ വേറെ, ജഗത്ത് വേറെ എന്ന് 3 ഭാവങ്ങളെ ഒന്നായിരിക്കുന്ന ആത്മാവിൽ രചിച്ചുകൊണ്ട് ഈ മായ തൻ്റെ തേർവാഴ്ച നടത്തുന്നു, തൻ്റെ ശക്തിയെ പ്രകടിപ്പിക്കുന്നു. ആ മായയെക്കുറിച്ച് രാമ ഞാൻ എന്തു പറയാനാണ്? ആ മായയുടെ ശക്തിയാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ ജീവന്മാരും. അതെന്താണെന്ന് തീരുമാനിക്കാൻ ജ്ഞാനികൾക്ക് പോലും സാധ്യമല്ല. അതിനെ കണ്ട് അമ്പരന്ന് നിൽക്കാൻ മാത്രമേ കഴിയൂ. പക്ഷേ അത് വാസ്തവത്തിലില്ല. ഈ മായയും മായാകാര്യങ്ങളുമായി കാണപ്പെടുന്നത് ആത്മാവാണെന്ന സത്യം ജ്ഞാനികൾ സൂര്യതുല്യം അറിയുന്നു. അവരിൽ നിന്ന് മായ ഓടി ഒളിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ വായിക്കാം.